അതിനെക്കുറിച്ചൊന്ന് പറയോ? ഒരു പെങ്ങളെ കല്യാണം കഴിഞ്ഞിട്ട് കുറച്ച് കടം വന്നു. അപ്പോൾ എങ്ങനെയെങ്കിലും ആ കടം വീട്ടണമെങ്കിൽ നാട്ടിൽ നിന്ന് എന്താ പറ്റൂല, അങ്ങനെ ഗൾഫിൽ പോയിട്ട് പണിയെടുത്തിട്ട് എങ്ങനെ കടം വീട്ടാന്ന് പറഞ്ഞിട്ട് കുറച്ച് പൈസ നാട്ടിൽ നിന്ന് കടം വാങ്ങിയിട്ട് ഗൾഫിൽ വിസിറ്റിംഗ് വിസക്ക് പോയതാണ്. പക്ഷെ അവിടെ എത്തിയപ്പാടെ എയർപോർട്ടിൽ എത്തിയപാട് പുറത്തിറങ്ങിയപാട് ഏജന്റ് പാസ്പോർട്ടും വാങ്ങി വിസന്റെ കോപ്പിയും വാങ്ങിയില്ല. പിന്നെ നമ്മളെ കയ്യിലൊന്നുമില്ല. പിന്നെ പെട്ടെന്ന് കിട്ടുന്ന പണി അവിടെ വാർപ്പിന്റെ പണി മാത്രമാണ്. വാർപ്പിന്റെ പണി. ആ വാർപ്പിന്റെ പണിക്ക് പോയി. ആരും ഇല്ലാത്തൊരു സ്ഥലമാണ്, കടൽക്കരയാണ്. കടൽക്കര. അവിടെ ഉള്ളി ഗോഡൺ മാത്രം ഉണ്ട്. ഉള്ളി വലിയ ലോഡ് കുറെ സാധനം കൊണ്ടിട്ട് ഉള്ളി മാത്രം നടക്കുന്ന ഗോഡൺ ഉണ്ട്. അതിന്റെ അടുത്താണ് പുതിയതായിട്ട് കിട്ടുന്ന ഒരു ബിൽഡിങ്ങിൽ പണിയെടുത്ത്. അപ്പൊ അവിടെ 8 മാസത്തോളം അവിടെ പണിയെടുത്തു. അപ്പൊ പണി തീർന്നിട്ടാകുമ്പോ ബാക്കി എല്ലാവരും പോകുന്നുണ്ട്. അപ്പൊ എനിക്ക് പോകാൻ പറ്റൂല. എന്താ പറയുന്നത്, വിസ ഒന്നുമില്ല, പാസ്പോർട്ടില്ല. വഴിയിൽ ചെക്കിങ്ങിന്റെ സമയത്ത് എന്ന് കാണിക്കണ്ടേ, പാസ്പോർട്ടിന്റെ കാണിക്കാത്തതുകൊണ്ട് എന്നെ അവിടെ തന്നെ വിട്ടുപോയി അവര്. അത് മലയാളി ആരും ഉണ്ടായിട്ട്, പാകിസ്ഥാനും ബംഗാളികളെ ഉണ്ടായിട്ടും സർദാർമാരാണ്. എനിക്ക് ഈ ഹിന്ദി അറിയാത്തതുകൊണ്ട് എല്ലാരും, ഞാൻ മേലത്തെ ഒരു പണിയെടുക്കുന്നവരെ എന്നോട്, ഞാൻ ഹെൽപ്പറാണ്, അപ്പൊ എന്നോട് പറഞ്ഞു മൊറബ എടുക്കുന്ന പറഞ്ഞു. അപ്പൊ എനിക്ക് അറിയില്ല മൊറബ എന്ന് പറഞ്ഞാൽ എന്താ അറിയില്ല. അപ്പോൾ അവര് മരത്തിന്റെ കഷ്ണത്തിനാണ് പറഞ്ഞത്. അപ്പൊ ഞാനിങ്ങനെ സർദാർ ഫോർമയും വന്നിട്ട് റെഡിയാണ് പുറത്തന്നെ. പുറത്ത് ഞാനവിടെ ഇങ്ങനെ കുനിഞ്ഞിരുന്നു. എനിക്ക് എന്താ പറയുക, എനിക്ക് ഭാഷ അറിയാത്തോണ്ടല്ലേ. അപ്പൊ അയാള് നീ എന്ത് കളിക്കുന്നു പറഞ്ഞിട്ട് ഞാൻ റെഡി അടിച്ചു. അപ്പൊ അതിനെ പരാതി പറയാൻ ആരോട് പറയില്ല, ആരോട് പറയാനും പറ്റൂല. പിന്നെ അവിടെ 8 മാസം അവിടെ പണിയെടുത്തുണ്ട്. സങ്കടപ്പെടണ്ടോ? കുഴപ്പമില്ല 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 ചേട്ടാ, കരയണ്ട. അയ്യോ കുഴപ്പമില്ല കുഴപ്പമില്ല, വിഷമിക്കണ്ട കേട്ടോ. ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്ക് ഈ കഥ പറയണ്ട. ഇല്ല, ഞാൻ 8 മാസം അവിടെ പണിയെടുത്ത്. പിന്നെ അവരിൽ പോകുന്ന സമയത്ത് തന്നെ അപ്പൊ താമസിക്കുന്ന സ്ഥലം അവർ പൊളിച്ചു പോയി. താൽക്കാലിക ഷെഡാണ് കിട്ടിയത്. പിന്നെ ഞാൻ കിട്ടുന്ന പൈസ ഇങ്ങനെ നാട്ടിലേക്ക് അയക്കും. അപ്പൊ ഞാൻ അവിടെ വെക്കല്ലേ, ചെലവിന്റെ പൈസ 100 അടുത്ത 100 റുപ്യ മാത്രം എടുത്തിട്ട് ബാക്കി അയക്കും. പിന്നെ ഭക്ഷണമൊന്നുമില്ല എനിക്ക് അവിടെ. ഭക്ഷണമൊന്നുമില്ലാതെ ഞാൻ നമ്മൾ ഈ ഭക്ഷണം കഴിച്ചിട്ട് വേസ്റ്റിൽ കൊണ്ടിടുമ്പോ ഒരു പ്ലാസ്റ്റിക്കിന്റെ വേസ്റ്റ് കൊണ്ടിടുന്നുണ്ട്. അപ്പൊ വെള്ളിയാഴ്ച ദിവസം മീൻ കൊടുക്കാൻ വേണ്ടിട്ട് എടുത്തിട്ട് പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കും കടലിൽ. അപ്പൊ ഞാൻ ആ വേസ്റ്റ് എന്ന് പറയും 3-4 ദിവസം ഉണങ്ങിയ ചപ്പാത്തിയിലെടുത്ത് വെള്ളത്തിൽ നോക്കി ഒരു 5 ദിവസം കഴിച്ചു. പക്ഷെ എനിക്ക് ആരോടും പറയാൻ എന്തോ ഭക്ഷണം ഇല്ല എന്ന് പറയാൻ എനിക്ക് ഒരു വിഷമം കണക്ക്, നമ്മളങ്ങനെ ഇല്ലാത്തതുകൊണ്ട്. അങ്ങനെ കഴിഞ്ഞിട്ട് പിന്നെ താമസിക്കാനായിട്ട് സ്ഥലമില്ല. അപ്പൊ ഉള്ളി ഗോഡൗൺ ഉണ്ട്. ആ ഗോഡൗണിൽ പോയിട്ട് രാത്രി പോയിട്ട് ആ ഉള്ളിന്റെ അടക്ക കിടക്കും, ചീഞ്ഞ ഉള്ളി ചാക്ക് വിരിച്ചിട്ട് അടക്കത്ത് ചാക്കാനപ്പോ. അപ്പൊ ആ സമയത്ത് ഭയങ്കര തണുപ്പാണ്, കടൽക്കാര് ഭയങ്കര തണുപ്പ്. അപ്പൊ ഞാൻ അവിടെ ഇങ്ങനെ വിറച്ചെടുക്കുന്ന സമയത്ത് ഒരാൾ വരുന്നുണ്ട്. അയാൾ ജയരാജ് എന്ന് പറഞ്ഞു. അപ്പൊ അയാൾ എന്നെ ഇങ്ങനെ കണ്ട്, ഞാൻ തണുത്ത്, ഞാൻ ആകെ ക്ഷീണിച്ചിട്ടുണ്ട്. ഞാൻ ഭക്ഷണം കഴിക്കാം. അപ്പൊ എന്നോട് ചോദിച്ചു എന്താ, ഞാൻ ഒന്നുമില്ല എന്ന് പറഞ്ഞപ്പോൾ ഇവിടെ താമസിക്കുന്ന. അപ്പൊ അവര് ഞാൻ തണുക്കുന്ന കണ്ടിട്ട് അവര് കമ്പിളി കുപ്പായിട്ട് അവര് ഊരിട്ട് എനിക്ക് തന്നു. തന്നിട്ട് ഇടുന്ന് പറഞ്ഞു. ഇട്ട് വേറെ അവിടെ കൊണ്ടുപോയിട്ട് ഭക്ഷണം തന്നു. അങ്ങനെ ഒരാഴ്ച അവരുടെ കൂടെ താമസിച്ചു. ഒരാഴ്ച അവിടെ കൂടെ താമസിച്ചിട്ട് പിന്നെ അവര് ഒരു മാർക്കറ്റ്, പച്ചക്കറി മാർക്കറ്റിൽ എന്നെ ഒരു ലോറി ഡ്രൈവർ ഒന്നിച്ച് അവിടെ വിട്ട് പിന്നെ അവിടെ ജോലി ചെയ്തു. അങ്ങനെ ഒരാഴ്ച പരിചയമുണ്ട്. പക്ഷെ അത് എനിക്ക് എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരാളെന്നെ സഹായിക്കുന്നതും. ഞാൻ അതിന് ശേഷം അയാളെ കണ്ടില്ല. ഇപ്പൊ മലയാള മനോരമയില് ജനുവരി 10 2016 ജനുവരി 10 സപ്ലിമെന്റ് വന്നിട്ട് 21 വർഷം അയാൾ ഒരു വിവരമില്ല എനിക്ക്. ജയരാജ്. ഇപ്പൊ 21 വർഷമായിട്ട് അവരൊരു വിവരമില്ല. അപ്പൊ ഞാനത് റോബിൻ ജോസഫാണ് എഴുതിയത്. അപ്പൊ അവരോട് ഞാൻ ഇങ്ങനെ ഒരു സംഭവം എനിക്ക് ഉണ്ടായെന്ന് പറഞ്ഞിട്ട് അതുകൊണ്ട് ഇപ്പൊ ജയരാജനെ കിട്ടി. ഫോൺ വിളിച്ച് എനിപ്പോ വരുന്നു പറഞ്ഞു. ഒരു ദിവസം വരുന്നുണ്ട്. ശരി ശരി ശരി. എന്താ പറയാ ഗംഗൻ ചേട്ടാ, കുഴപ്പമില്ല. ഇനിയെങ്കിലും ഇങ്ങനെ എന്താ പറയാ, ദൈവം സങ്കടപ്പെടുത്താതെ